അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അലീനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ 2-3 പ്രാവശ്യമായി കേൾക്കണു നീ ഇവിടുന്ന് പോവുകയാണെന്ന്, എന്താ നിൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും, അതിന് എനിക്ക് ചെയ്യാൻ ഒരു മടിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ രോഹിത് പറയേണ്ട അലീനോട്, ചേച്ചി എനിക്ക് ശരണ്യോടൊന്ന് മാപ്പ് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, എൻ്റെ മനസ്സിന് വല്ലാത്ത ഭാരം എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ അലീന രോഹിത്തിനെയും കൂട്ടിയിട്ട് ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമ്മുടെ രോഹിത് എല്ലാവരോടും പറയുന്നുണ്ട്, ഈ കുടുംബം മുഴുവൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്, എന്നാലും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശരണ്യയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഒന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ, ഞാൻ അവിടെ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു, പക്ഷേ എന്താ ചെയ്യുക, എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ വന്നു പോയി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ശരണ്യയുടെ കൈയൊക്കെ പിടിച്ച് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും അവനോട് വലിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്, ഇവൻ പാവം അങ്ങനെ മാപ്പൊക്കെ പറഞ്ഞില്ലേ എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്ത് നമ്മുടെ അലീന രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിൻ്റെ മനസ്സൊക്കെ തെളിഞ്ഞില്ലേ, ഇപ്പം ഇവരോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രോഹിത് പറയേണ്ട അതേ. എന്തായാലും നമ്മുടെ അലീന നമ്മുടെ ശരണ്യൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും ജയിക്കണം, നീ ജയിച്ചാലാണ് ഞാൻ ജയിക്കുള്ളൂ, അതുകൊണ്ട് നീ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല ജോലിയൊക്കെ ആയിട്ട് നീ എല്ലാവരുടെ മുന്നിലും ജയിച്ച് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശരണ്യ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അലീന ചേച്ചിയെ തോൽപ്പിക്കില്ല, ഞാൻ എന്തായാലും അലീന ചേച്ചിയെ ജയിപ്പിച്ചേ കാണിക്കൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടാളും കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.